ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഡെയിലി യൂസ് സെൻറ്റൻസിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ. ഫസ്റ്റ് സെൻറ്റൻസ്, നീ ഒരു കാര്യം ചെയ്യ്. നീ ഒരു കാര്യം ചെയ്യ്. യു ഡു വൺ തിങ്. യു ഡു വൺ തിങ്. യു ഡു, നീ ചെയ്യ്. വൺ തിങ്, ഒരു കാര്യം. യു ഡു വൺ തിങ്, നീ ഒരു കാര്യം ചെയ്യ്. എന്ത് നല്ല മണം. സുഗന്ധപൂരിതമായ മണത്തിന് എന്തു പറയാം? വാട്ട് എ ഫ്രാഗ്രൻസ്. വാട്ട് എ ഫ്രാഗ്രൻസ്, എന്ത് നല്ല മണം. ഈ ഫാൻ ഭയങ്കര ശബ്ദമാണ്. ശബ്ദത്തോടെ കറങ്ങുന്നതിന് ദ ഫാൻ ഈസ് നോയ്സി. ദി ഫാൻ ഈസ് നോയ്സി, ശബ്ദത്തോടെ കറങ്ങുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ദ ഫാൻ ഈസ് നോയ്സി. നോയ്സ് മീൻസ് ശബ്ദം. ഇതാ നിങ്ങളുടെ പണം. നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതാ എന്ന് പറഞ്ഞ് കൊടുക്കില്ലേ? അപ്പോൾ എങ്ങനെ പറയാം? ഹിയർ ഇറ്റ് ഈസ്. ഹിയർ ഇറ്റ് ഈസ്, ഇതാ നിങ്ങളുടെ പണം. ഹിയർ ഇറ്റ് ഈസ് യുവർ മണി. ഹിയർ ഇറ്റ് ഈസ് യുവർ മണി. യുവർ മണി. പണം എണ്ണി നോക്ക്. കൗണ്ട് ദ മണി. കൗണ്ട്, എണ്ണുക. കൗണ്ട് ദ മണി. കൗണ്ട് ദ മണി. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ഗെറ്റ് സംതിങ് ടു ഈറ്റ്. ഗെറ്റ് മീൻസ് ഇവിടെ കൊണ്ടുവരിക. ഗെറ്റ് സംതിങ്, എന്തെങ്കിലും. ടു ഈറ്റ്, കഴിക്കാൻ. ഗെറ്റ് സംതിങ് ടു ഈറ്റ്, കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. നീ ഉച്ചഭക്ഷണം കഴിച്ചില്ലേ? ഡിഡിൻറ്റ് യു ഹാവ് ലഞ്ച്. ഡിഡിൻറ്റ് യു ഹാവ് ലഞ്ച്. ഡിഡിൻറ്റ് യു ഹാവ് എന്നാൽ നീ കഴിച്ചില്ലേ? ലഞ്ച്, ഉച്ചഭക്ഷണം. ഡിഡിൻറ്റ് യു ഹാവ് ലഞ്ച്, നീ ഉച്ചഭക്ഷണം കഴിച്ചോ? കഴിച്ചോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഹാവ് ലഞ്ച്. ഡിഡ് യു ഹാവ് ലഞ്ച്, നീ ഉച്ചഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഹാവ് ലഞ്ച്. ഹാവ് ഇവിടെ കഴിക്കുക എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഡിഡ് യു ഹാവ് ലഞ്ച്, കുറച്ചുകൂടി കഴിക്കേ. ഹാവ് എ ലിറ്റിൽ മോർ. ഹാവ് എ ലിറ്റിൽ മോർ. എ ലിറ്റിൽ മോർ, കുറച്ചുകൂടി. എ ലിറ്റിൽ മോർ, കുറച്ചുകൂടി. ഹാവ് എ ലിറ്റിൽ മോർ, കുറച്ചുകൂടി കഴിക്കേ. ഇത് നമുക്ക് നല്ലതല്ല. ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ അസ്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്, ഇത് നമുക്ക് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇത് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്, നമുക്ക് നല്ലതല്ല. ഫോർ അസ്, നമുക്ക്, ഞങ്ങൾക്ക്. അവളെ കാണുമ്പോൾ നിന്നെപ്പോലെയുണ്ട്. അവളെ കാണുമ്പോൾ നിന്നെപ്പോലെയുണ്ട്. ഷീ ലുക്സ് ലൈക്ക് യു. ലുക്സ് ലൈക്ക് യു എന്ന് വെച്ചാൽ നിന്നെപ്പോലെ, കാണുമ്പോൾ നിന്നെപ്പോലെ. ലുക്സ് ലൈക്ക് യു. ഷീ ലുക്സ് ലൈക്ക് യു, കാണുമ്പോൾ നിന്നെപ്പോലെയുണ്ട്. എൻ്റെ അന്വേഷണം അറിയിക്കേ. കൺവേ മൈ റിഗാർഡ്സ്. കൺവേ മൈ റിഗാർഡ്സ്. കൺവേ, അറിയിക്കുക. നമ്മൾ ആരെങ്കിലുമൊക്കെ വിരുന്നൊക്കെ വന്ന് പോകുമ്പോൾ പറയില്ലേ, എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയും. എൻ്റെ അന്വേഷണം അറിയിക്കേ എന്ന അർത്ഥത്തിൽ. എൻ്റെ അന്വേഷണം അറിയിക്കേ. കൺവേ മൈ റിഗാർഡ്സ്. എന്നെയും കൂടി പരിഗണിക്കേ. കൺസിഡർ മീ ടു. കൺസിഡർ, പരിഗണിക്കുക. കൺസിഡർ മീ ടു, എന്നെയും കൂടി പരിഗണിക്കുക. മീ ടു, എന്നെയും കൂടി. ഇതെനിക്ക് പറ്റിയ പണിയല്ല. ഇതെനിക്ക് പറ്റിയ പണിയല്ല, ജോലിയല്ല. ദിസ് വർക്ക് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ. ദിസ് വർക്ക് ഈസ് നോട്ട് സ്യൂട്ടബിൾ. സ്യൂട്ടബിൾ, യോജിച്ചത് അല്ലെങ്കിൽ പറ്റിയത്, ഒത്തുപോകുന്ന തരത്തിലുള്ളത് എന്നർത്ഥം. ഓക്കെ. നോട്ട് സ്യൂട്ടബിൾ, യോജിച്ചതല്ല. ഫോർ മീ, എനിക്ക്. ദിസ് വർക്ക് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ. നോട്ട് സ്യൂട്ടബിൾ ഫോർ മീ. നീ എന്തിനാണ് എന്നെ തുറിച്ചു നോക്കുന്നത്? നീ എന്തിനാണ് എന്നെങ്ങനെ പറയാ? എന്തിനാണ്. വൈ ആർ യു. നീ എന്തിനാണ്. വൈ ആർ യു. വൈ ആർ യു സ്റ്റെയർ അറ്റ് മീ. സ്റ്റെയർ, തുറിച്ചു നോക്കുക. അതിന് സ്റ്റെയർ എന്ന് പറയാം. സ്റ്റെയർ അറ്റ് മീ. അറ്റ് മീ, ഇവിടെ ഒരാളെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നതിനെയാണ്, അതുകൊണ്ടാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. അറ്റ്. അപ്പോൾ എന്നെ നോക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ലുക്ക് അറ്റ് മീ. ലുക്ക് അറ്റ് മീ. അതുപോലെ സ്റ്റെയർ അറ്റ് മീ, എന്നെ എന്തിനാണ് ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ട്രെയിനിൽ തിരക്കായിരുന്നു. ട്രെയിനിൽ തിരക്കായിരുന്നു. ദർ വാസ് റഷ് ഇൻ ദ ട്രെയിൻ. ദർ വാസ് റഷ് ഇൻ ദ ട്രെയിൻ. റഷ് എന്ന് പറഞ്ഞാൽ തിരക്ക്. വാസ്, ആയിരുന്നു. ദർ വാസ് എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ആയിരുന്നു എന്നർത്ഥത്തിലാണ് ദർ സബ്ജക്റ്റോടെ യൂസ് ചെയ്യുന്നത്. ഇൻ ദ ട്രെയിൻ, ട്രെയിനിൽ, ട്രെയിനിനകത്ത്. ദർ വാസ് റഷ് ഇൻ ദ ട്രെയിൻ. ഇതൊരു പാസ്റ്റ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. എന്നിട്ടും ഞാൻ എങ്ങനെയോ അകത്ത് കയറി. സ്റ്റിൽ സംഹൗ ഐ ഗോട്ട് ഇൻ. സ്റ്റിൽ സംഹൗ ഐ ഗോട്ട് ഇൻ. ഐ ഗോട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്ത് കയറി.
ഗെറ്റ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കയറുക. ഇവിടെ ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം കയറി എന്ന് പറയുമ്പോൾ ഗോട്ട് യൂസ് ചെയ്യണം. ഗോട്ട് ഇൻ, ഞാൻ അകത്ത് കയറി. സംഹൗ എങ്ങനെയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ. സംഹൗ സ്റ്റിൽ എന്നിട്ടും. സ്റ്റിൽ സംഹൗ ഐ ഗോട്ട് ഇൻ. ഐ ഗോട്ട് ഇൻ ഞാൻ അകത്ത് കയറി. ഇത് പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. ഐ ഗോട്ട് ഇൻ അകത്ത് കയറി. ഓക്കെ. ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിച്ചില്ല എന്നിങ്ങനെ പറയാം. ആരും ശ്രദ്ധിച്ചില്ല. ഇതൊരു പാസ്റ്റ് ഫോമാണ്. ശ്രദ്ധിച്ചില്ല നടന്നു കഴിഞ്ഞ കാര്യമാണ്. നൊബഡി നോട്ടിസ്ഡ്. നൊബഡി നോട്ടിസ്ഡ്. നൊബഡി ആരും. നോട്ടിസ്ഡ് നോട്ടീസ് ശ്രദ്ധിക്കുക പ്രസൻറ്റ് ഫോം. നോട്ടിസ്ഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചു സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. പിന്നെ ആരും ശ്രദ്ധിച്ചില്ല. ഇനി ആരും ശ്രദ്ധിക്കില്ല എന്ന് പറയുമ്പോഴെങ്ങനെയാണ് പറയാം? ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ അതൊരു ഫ്യൂച്ചറിൽ പറയണം. വില്ല് വെച്ചിട്ട് വേണം പറയാൻ. നൊബഡി വിൽ നോട്ടീസ്. നൊബഡി വിൽ നോട്ടീസ്. ആരും ശ്രദ്ധിക്കില്ല. നൊബഡി വിൽ നോട്ടീസ്. വില്ല് ഉപയോഗിച്ച് പറയണം. നൊബഡി വിൽ നോട്ടീസ്. ഇനി ഇത് തന്നെ നമുക്ക് ഡിഡ് നോട്ട് വെച്ചിട്ട് പറയാം. എങ്ങനെ? ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതിന് നമുക്ക് ഡിഡ് നോട്ട് വെച്ചിട്ട് എങ്ങനെ പറയാം? എനി വൺ ഡിഡിൻ നോട്ടീസ്. എനി വൺ ഡിഡിൻ ഡിഡ് നോട്ട്. എനി വൺ ഡിഡ് നോട്ട് നോട്ടീസ് അല്ലെങ്കിൽ എനി വൺ ഡിഡിൻ നോട്ടീസ്. എനി വൺ ആരെങ്കിലും. ആരെങ്കിലും ഒരാൾ. ഒരാളും ശ്രദ്ധിച്ചില്ല എന്നാണ് അർത്ഥം. എനി വൺ ഡിഡിൻ നോട്ടീസ്. അപ്പം നോബഡീൻ്റെ കൂടെ അവിടെ നോട്ടീസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ നോട്ട് പിന്നീട് വേറൊരു നെഗറ്റീവ് ഫോം ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നൊബഡി നോട്ടീസ്ഡ്. ഇനി നോട്ട് വെച്ച് പറയുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ഫോം യൂസ് ചെയ്യണം. നൊബഡിക്ക് പകരം നമുക്ക് എനി വൺ എന്ന് യൂസ് ചെയ്യാം. എനി വൺ ഡിഡിൻ നോട്ടീസ്. ക്ഷമിക്കൂ, ഈ സീറ്റുകൾ ഞങ്ങളുടേതാണ്. ട്രെയിനിലൊക്കെ നാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് സീറ്റിൽ വേറെ ആളുകൾ ഇരുന്ന് കണ്ടാൽ പറയാറുണ്ടല്ലേ ഇങ്ങനെ, ക്ഷമിക്കൂ ഈ സീറ്റുകൾ ഞങ്ങളുടേതാണ്. എക്സ്ക്യൂസ് മീ ദീസ് സീറ്റ്സ് ആർ അവേഴ്സ്. എക്സ്ക്യൂസ് മീ എന്നോട് ക്ഷമിക്കൂ. ദീസ് സീറ്റ്സ് ആർ ഈ സീറ്റുകൾ, കുറേ സീറ്റുണ്ട്. ഈ സീറ്റ്സ് ആർ അവേഴ്സ് ഒക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. ദീസ് സീറ്റ്സ് ആർ അവേഴ്സ്. അവേഴ്സ് അവർ ഞങ്ങളുടെ. അവർ അതിൻ്റെ കൂടെ ഒരു എസ് ചേരുമ്പോൾ എങ്ങനെയാണ്? അവിടെ ഒരു ഓണർഷിപ്പാണ് കാണിക്കുന്നത്. ഞങ്ങളുടേത്. ദീസ് സീറ്റ്സ് ആർ അവേഴ്സ്. ഈ വീട് അവരുടേതാണ്. ദിസ് ഹൗസ് ഈസ് ദെയർസ്. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെ എന്നാണ്. അപ്പോൾ അതിനോട് എസ് ചേരുമ്പോൾ അവരുടേത്, അവരുടെ ഓണർഷിപ്പാണ്. ദിസ് ഹൗസ് ഈസ് ദെയർസ്. അവൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഹീസ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവനൊരു സുഹൃത്താണ്. ഹീസ് എ ഫ്രണ്ട്, അവനൊരു സുഹൃത്താണ്. ആരുടെയാണ്? എൻ്റേത്. അപ്പോൾ ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അവൻ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ എൻ്റെ ഒരു സുഹൃത്താണ്. ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഇത് നിങ്ങളുടേതല്ല. ഇറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. യുവർ നിങ്ങളുടെ. യെസ് ചേരുമ്പോൾ യുവേഴ്സ് നിങ്ങളുടേത്. ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. നോട്ട് യുവേഴ്സ് നിങ്ങളുടേതല്ല. ഇറ്റ്സ് നോട്ട് യുവേഴ്സ്. അതെന്താണെന്ന് എനിക്കറിയാം. അത് എന്താണെന്ന് എനിക്കറിയാം. എനിക്കറിയാം. ഐ നോ. ഐ നോ എനിക്കറിയാം. ഇനി എന്താണ് പറയേണ്ടത്? ഇനി അതെന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യ ഫോമാണ്. ഐ നോ വാട്ട് ഈസ് ദാറ്റ്. ഐ നോ വാട്ട് ഈസ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്. അതെന്താണിത്? ഐ നോ വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കറിയാം. ഐ നോ വാട്ട് ഈസ് ദാറ്റ്. എന്നോട് പണം ചോദിക്കരുത്. എന്നോട് പണം ചോദിക്കരുത്. ചോദിക്കരുത് എന്നതിന് ഡോണ്ട് ആസ്ക്. ഡോണ്ട് ആസ്ക്. എന്നോട് ചോദിക്കരുത് എന്നതിന് ഡോണ്ട് ആസ്ക് മീ. ഡോണ്ട് ആസ്ക് മീ. എന്താണ്? വാട്ട്? ഫോർ മണി. പണത്തിന് വേണ്ടി എന്നോട് ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ ഫോർ മണി. ഡോണ്ട് ആസ്ക് മീ ഫോർ മണി. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുക എന്നർത്ഥം. ഡോണ്ട് ഗെറ്റ് മീ റോങ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഗെറ്റിൻ്റെ അർത്ഥം ഒരു കാര്യം നമ്മൾ ധരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നർത്ഥം. മോശം വാക്കുകൾ ഉപയോഗിക്കരുത്. ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്. ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്. ഡോണ്ട് യൂസ് ഉപയോഗിക്കരുത്. ബാഡ് വേർഡ്സ് മോശം വാക്കുകൾ. ഡോണ്ട് യൂസ് ബാഡ് വേർഡ്സ്. നീ ഇപ്പോഴും അവിടെയാണോ? നീ ഇപ്പോഴും അവിടെയാണോ? ആർ യു സ്റ്റിൽ ദെയർ. ആർ യു സ്റ്റിൽ ദെയർ. ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആണോ എന്നാണ് അർത്ഥം. ആർ യു നീ ആണോ? സ്റ്റിൽ ഇപ്പോഴും. സ്റ്റിൽ ദെയർ അവിടെ. നീ ഇപ്പോഴും എവിടെയാണോ? ആർ യു സ്റ്റിൽ ദെയർ. ഞാൻ ഒരു ഫോൺ കോളിലായിരുന്നു. ഞാൻ ഒരു ഫോൺ കോളിലായിരുന്നു. ഐ വാസ് ഓൺ എ ഫോൺ കോൾ.
ഐ വാസ് ഓൺ എ ഫോൺ കോൾ. ഐ വാസ് ആയിരുന്നു. ഐ വാസ് ഞാനായിരുന്നു. വേർ എവിടെയാണ്? ഓൺ എ ഫോൺ കോൾ ഒരു ഫോൺ കോളിൽ. ഐ വാസ് ഓൺ എ ഫോൺ കോൾ ഞാനൊരു ഫോൺ കോളിലായിരുന്നു. അവൾ പോകാൻ തീരുമാനിച്ചു. അവൾ പോകാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഷീ ഡിസൈഡഡ് പാസ്റ്റ് ഫോമാണ്. ഷീ ഡിസൈഡഡ് അവൾ പോകാൻ തീരുമാനിച്ചു. ഡിസൈഡ് തീരുമാനിക്കുക. ഡിസൈഡഡ് തീരുമാനിച്ചു. ടു ഗോ പോകാൻ ടു ഗോ. ഷീ ഡിസൈഡഡ് ടു ഗോ അവൾ പോകാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് അവൾ തീരുമാനിച്ചു. ഇനി അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാണെങ്കിൽ പോകുന്നില്ല. നോട്ട് ടു ഗോ. നോട്ട് ടു ഗോ. ഷീ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഷീ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഓക്കെ. ഷീ ഡിസൈഡഡ് നോട്ട് ടു ഗോ. ഇതിൽ എൻ്റേത് ഏതാണ്? എൻ്റേത് കുറേ എണ്ണം വെച്ചിട്ട് ഇതിൽ എൻ്റേത് ഏതാണെന്ന് ഞാൻ ചോദിക്കുക. വിച്ച് വൺ ഈസ് മൈൻ? വിച്ച് വൺ ഈസ് മൈൻ? ഇതിൽ എൻ്റെ ഏതാണ്? എൻ്റേത് ഏതാണ്? വിച്ച് വൺ ഈസ് മൈൻ? വിച്ച് വൺ ഈസ് മൈൻ? നെക്സ്റ്റ് വൺ. നീ ഇപ്പോൾ എവിടെയാ? നീ ഇപ്പോൾ എവിടെയാ? നീ എവിടെയാന്ന് ചോദിക്കാൻ വേർ ആർ യു? വേർ ആർ യു? നീ എവിടെയാ? വേർ ആർ യു? നീ എവിടെയാ? ഇപ്പോൾ എന്ന് ചോദിക്കാൻ നൗ. വേർ ആർ യു നൗ? നീ ഇപ്പോൾ എവിടെയാണ്? വേർ ആർ യു നൗ? അവ എവിടെയാ? വേർ ഈസ് ഹി? വേർ ഈസ് ഹി? വേർ ഈസ് ആണ്. വേർ ഈസ് ഹി? ഹി ഒരാൾ സിംഗുലർ ആണ്. ആർ യു എന്ന് പറയുമ്പോൾ നീയാണോ? ഈസ് ഹി എന്ന് പറയുമ്പോൾ അവനാണോ? ഈസ് ഹി അവനാണോ? അതൊക്കെ ക്വസ്റ്റ്യൻ ഫോമുകളാണ്. ഈസ് ഹി അവനാണോ? ഈസ് ഷി അവളാണോ? ഈസ് ഇറ്റ് ഇതാണോ? ഇത് നിനക്കാണോ? ഈസ് ഇറ്റ് ഫോർ യു? ഈസ് ഇറ്റ് ഫോർ യു? ഇത് നിനക്കാണോ? നീ വായിച്ചോ? ഡിഡ് യു റീഡ്? ഡിഡ് യു റീഡ്? നീ വായിച്ചോ? യെസ് ഞാൻ വായിച്ചു. ഐ റെഡ്. ഐ റെഡ്. റിഡ് റെഡ് റെഡ്. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. പ്രസൻറ്റും പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ. നീ ഇതെല്ലാം വായിച്ചോ എന്നെങ്ങനെയാണ് അപ്പോൾ ചോദിക്കുക? ഇതെല്ലാം ഒന്നുകിൽ ഇറ്റ് ഓൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ഓഫ് ദിസ് എന്ന് യൂസ് ചെയ്യാം. ഓൾ ഓഫ് ദിസ്. ഡിഡ് യു റീഡ് ഇറ്റ് ഓൾ? ഡിഡ് യു റീഡ് ഇറ്റ് ഓൾ? അല്ലെങ്കിൽ ഡിഡ് യു റീഡ് ഓൾ ഓഫ് ദിസ്? ഡിഡ് യു റീഡ് ഓൾ ഓഫ് ദിസ്? ഞാൻ വായിച്ചു. എനിക്ക് ഉറക്കം വരുന്നു. ഐ എം ഫീലിംഗ് സ്ലീപ്പി. ഐ എം ഫീലിംഗ് സ്ലീപ്പി. എനിക്ക് ഉറക്കം വരുന്നു. ഉറക്കം വരുന്നു എന്ന് തോന്നൽ. ഐ എം ഫീലിംഗ് സ്ലീപ്പി. നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുക. കൺട്രോൾ യുവർ വേർഡ്സ്. കൺട്രോൾ യുവർ വേർഡ്സ്. കൺട്രോൾ നിയന്ത്രിക്കുക. കൺട്രോൾ യുവർ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുക. ഈ അർത്ഥത്തിൽ പറയുന്ന ഒരു ശൈലിയാണ് ഹോൾഡ് യുവർ ടങ്. ഹോൾഡ് യുവർ ടങ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നർത്ഥം. യുവർ ടങ്. ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ഡയറക്റ്റ് മീനിങ് അല്ല, ഇൻഡയറക്റ്റ് മീനിങ്. വാക്കുകളെ നിയന്ത്രിക്കുന്ന അർത്ഥം. ഓക്കെ. വസ്ത്രങ്ങൾ ഉണക്കാനിടുക. പുട്ട് ദി ക്ലോത്ത്സ് ടു ഡ്രൈ. പുട്ട് ദി ക്ലോത്ത്സ് ടു ഡ്രൈ. ഡ്രൈ ഉണക്കാൻ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെപ്പോ? ഇപ്പോഴല്ലെങ്കിൽ. അല്ലെങ്കിൽ എന്നതിന് ഇഫ് നോട്ട് നൗ. നൗ ഇപ്പോൾ. ഇപ്പോഴല്ലെങ്കിൽ. ഇഫ് നോട്ട് നൗ. ഇഫ് നോട്ട് നൗ. ദെൻ വെൻ. പിന്നെ എപ്പോൾ? ദെൻ വെൻ. ഇഫ് നോട്ട് നൗ ദെൻ വെൻ. പിന്നെ എപ്പോൾ? ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ. ഐ വുഡ് ലൈക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി യൂസ് സെൻറ്റൻസുകൾ. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു കൂട്ടം സെൻറ്റൻസുകളുമായി നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.